ഈ പണ്ട് കാലത്ത് പാരൻസ് മക്കളെ ആൺകുട്ടികളൊന്നും ചെയ്യരുത്, പെൺകുട്ടികൾ വേറെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പോകുന്ന, അതുകൊണ്ട് പെൺകുട്ടികൾ മാത്രം ചെയ്യണം എന്നൊരു ആചാരം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ജനറേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നോർമലായിട്ട് ഏതൊരു പാരൻസിനാണെന്നുണ്ടെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ഈക്വലാണ്. പെൺകുട്ടി എന്ത് ചെയ്യുന്നു അവളുടെ സെൽഫായിട്ട് ഇപ്പോൾ ഫുഡ് കഴിച്ച പ്ലേറ്റ്, ഡ്രസ്സ് വാഷ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പെൺകുട്ടി ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആൺകുട്ടീനെയും ചെയ്യാനായിട്ട് ശീലിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കാലങ്ങൾക്ക് മുന്നേന്ന് ബസ് കിട്ടാത്ത കുറച്ച് ആളുകളുണ്ട്. അവർ ഓട്ടോമാറ്റിക്കലി ആൺപിള്ളേർക്ക് ഒരു ജോലി, പെൺകുട്ടികൾക്ക് വേറൊരു ജോലി. എങ്ങനെയാണെന്ന് വെച്ചാൽ ആൺപിള്ളേർ പുറത്ത് പോയിട്ട് ജോലി ചെയ്ത് സമ്പാദിച്ച് വരുന്നു, പെൺപിള്ളേർ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കണം, അവർക്ക് ഫുഡ് എടുത്തു കൊടുക്കണം. അങ്ങനത്തെ ഒരു ഇപ്പോൾ മാരേജ് കഴിഞ്ഞാലും അവനെന്തിനാ കുക്ക് ചെയ്യണേ, അവനെന്തിനാ പാത്രം കഴുകണേ, അവനെന്തിനാ തുണി അലക്കണേ, അവനെന്തിനാ വീട് ക്ലീൻ ചെയ്യണേ, അങ്ങനത്തെ പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്നാൽ പെൺകുട്ടികൾ പുറത്ത് ജോലിക്ക് പോവുകയാണെങ്കിൽ അവർക്ക് ജോലിക്ക് പോവാം, വീട്ടിൽ വന്ന് വീട്ടിലത്തെ ജോലി ചെയ്യണം, എല്ലാം ക്ലീൻ ആക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ള ഗേൾസ് ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണം, കൊച്ചുങ്ങളായിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്കണം. ഇതിലൊന്നും ഹസ്ബൻഡ് ഇടപെടില്ല, അങ്ങനത്തെ ഒരാമ്പിള്ളേരും ഇടപെടില്ല. അപ്പം ഇപ്പോഴും ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വരാത്ത ആളുകൾ വരുന്ന തലമുറേനെ പോലും വീണ്ടും നശിപ്പിക്കാനുള്ള ആ ഒരു രീതിക്കാണ് പോകുന്നത്. എപ്പോഴും അങ്ങനെയല്ല വേണ്ടത്. മക്കൾ രണ്ടുപേരാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും ഈക്വലായിട്ടാണ് നിൽക്കേണ്ടത്. അത് ചെറുപ്പം മുതലേ പാരൻസ് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഓക്കെ വേറൊരു വീട്ടിൽ പോകുന്നു, ഇപ്പോൾ നോർമൽ പെൺകുട്ടികൾക്ക് കേൾക്കുന്ന അതേ ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം. ഓക്കെ നീ വേറൊരു വീട്ടിൽ പോകുന്നു, അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിക്കാനായിട്ട് നീ പുറത്ത് പോകുന്നു, ഒറ്റയ്ക്ക് താമസിക്കുന്നു, നിൻ്റെ കാര്യം നീ ചെയ്യണം, അതുകൊണ്ട് ചെറുപ്പം മുതൽ നീ ഇത് ശീലിക്കണം. ആൺകുട്ടികളുടെ അടുത്തും അതുപോലെ പറയണം. വേറൊരു പെൺകുട്ടി നിന്നെ വിശ്വസിച്ച് നിൻ്റെ കൂടെ വരുമ്പോൾ നീ അവൾക്ക് സഹായിക്കണം, നീ ഈ കാര്യങ്ങൾ നിൻ്റെ കാര്യങ്ങൾ നീ ചെയ്യണം. പുറത്ത് നീ പഠിക്കാൻ പോവും, അപ്പോൾ നിനക്ക് നിൻ്റെ കാര്യം ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിലും നിനക്കിത് പഠിച്ചിരിക്കാൻ വേണം. അതിന് പകരം ആൺകുട്ടികളുടെ ഒരു ജോലി, പെൺകുട്ടികളുടെ ജോലി, അങ്ങനെ ഒരിക്കലും തരംതിരിക്കാൻ പാടില്ല. പാരൻസ് ആണ് ആ ഒരു വേർകൃത്യം കാണിക്കാതെ ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. അവർ തന്നെ അങ്ങനെയല്ല, പെണ്ണ് പെണ്ണാണ്, ആണിൻ്റെ ജോലി മാത്രം ചെയ്താൽ മതി, അങ്ങനെ ശീലിപ്പിക്കുന്നത് വളരെ തെറ്റാണ്. അപ്പം ഇന്നേക്ക് എത്രയുള്ളൂ. ബൈ.